ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മൾ കുട്ടികളെ നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പാരൻസിനെയും കൂടി നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ. പലപ്പോഴും ഒരു ഫസ്റ്റ് കുട്ടി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പറയും ഒരു പാരൻറ്റും ജനിക്കുന്നത്, അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ജനിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് പുതിയതുപോലെ തന്നെയാണ് പാരൻസിനും പുതിയതാണ് ഒരു ലോകം അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ തുടർന്ന് കൊണ്ടുപോകുമ്പോൾ കുട്ടികളെ നോക്കുമ്പോൾ കാണുന്നൊരു ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഏറ്റവും കൂടുതൽ അമ്മമാരിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അച്ഛന്മാരും കുറവൊന്നുമല്ല, അവർ നമ്മളോട് സംസാരിക്കാറുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വല്ലാതെ ടെൻഷൻ ആവുന്നു. കുട്ടി ഇപ്പോൾ ഒന്ന് മൂത്രം ഒഴിച്ചാൽ ടെൻഷൻ, മൂത്രം ഒഴിച്ചില്ലെങ്കിൽ ടെൻഷൻ, വയറ്റിന്ന് പോയാൽ ടെൻഷൻ, വയറ്റിന്ന് പോയില്ലെങ്കിൽ ടെൻഷൻ, എവിടെയെങ്കിലും ഒരു കളർ കൂടിയ ടെൻഷൻ, കുറഞ്ഞ ടെൻഷൻ, അങ്ങനെയുള്ള പലതരം ഉറങ്ങാൻ പറ്റുന്നില്ല. ചിലപ്പോൾ കുട്ടി ഉറങ്ങുന്നുണ്ടാവും, പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. വിവിധ തരം മാനസിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന കുറേ പാരൻസ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ തീരെ അഡ്രസ്സ് ചെയ്യാത്തൊരു പ്രോബ്ലമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു പാരൻ്റ് ആണ്. യൂഷ്വലി ഒരു 1 ഇയർ വരെയുള്ള പാരൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഡിഫറെൻ്റ് ആണ്. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോഴതും വളരെ വ്യത്യസ്തമായിട്ടാണ്. ഞാൻ കൂടുതലും ഇൻഫൻസിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പാരൻസിന് എപ്പോഴും എന്താ പറയുക, ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞെപ്പോഴും കരഞ്ഞാൽ ഇവർക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് കുട്ടിയെ എൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണോ ആ കുട്ടി കരയുന്നത്, എൻ്റെ ഒരു പാല് കുറവ് കൊണ്ടാണോ, അല്ലെങ്കിൽ എൻ്റെ ഫീഡിങ് ടെക്നിക്ക് മോശമായിട്ടാണോ, അങ്ങനെ ഒരു ഇത്. അത് കഴിഞ്ഞ് ഫീഡിങ് ടെക്നിക്ക് കഴിഞ്ഞ് കുട്ടി മെലിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കുട്ടി മെലിഞ്ഞിരിക്കുന്നത് എൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഇനി കുട്ടി കറുത്തു പോയത് ഞാനിനി എണ്ണ തേച്ചിട്ടാണോ എണ്ണ തേക്കാഞ്ഞിട്ടാണോ, ഇങ്ങനെ വിവിധ തരം ആങ്സൈറ്റീസ് എന്ന് പറയാം, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട്. സെക്കൻഡ്, വല്ലാത്തൊരു എന്താ പറയുക, നിരാശാബോധം, ഡിപ്രഷൻ, അത് വല്ലാത്ത രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുട്ടികളെ നോക്കാനോ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ചിലപ്പോൾ ഒരു ലെവലിൽ ഇങ്ങനെ ഉന്തി തള്ളിക്കൊണ്ട് പോവുമായിരിക്കും. അപ്പോഴായിരിക്കും ആരുടെയെങ്കിലും ഇപ്പത്തുള്ള കമൻസ് കേൾക്കുന്നത്, കുറച്ച് നെഗറ്റീവ് കമൻസ് ആയിട്ട് കേൾക്കുമ്പോൾ പിന്നെ ഇവർ ഫുൾ ഡള്ളാവാണ്. ഇവരുടെ കാര്യങ്ങളും കുട്ടിയുടെ കാര്യങ്ങളും ഒന്നും തോക്കുന്നില്ല. മൂന്നാമത്തെയാണ് ഒരു തരം വികാരവും ഒന്നുമില്ലാത്ത ആൾക്കാർ. ആൻസൈറ്റി അല്ല, ഡിപ്രഷനും അല്ല, ഒന്നുമില്ലാത്ത തരം. പിന്നെയാണ് അവർക്ക് തോന്നുന്നത് ഞാൻ എന്തിനു ജീവിക്കുന്നു, എനിക്കിതൊന്നും പറ്റുന്നില്ല, ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ള രീതിയിൽ വളരെ വിഷമം. ചില മദേഴ്സൊക്കെ ഉണ്ട്, ദൂരെ ആയിരിക്കും വീട്, ചിലപ്പോൾ ഒരു മൂക്കടപ്പ് കൊണ്ട് കുട്ടി കരഞ്ഞതായിരിക്കും, തൊട്ടടുത്ത് കാണിച്ചാൽ മതി. പക്ഷെ അവർ ടാക്സിയൊക്കെ വിളിച്ച് ഒത്തിരി ദൂരമുള്ള ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരും. അപ്പോഴാണ് നമുക്ക് ഇവരോട് സംസാരിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ആ ആങ്സൈറ്റിയുടെ തോത് ഭയങ്കര കൂടുതലാണ്. അപ്പം ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മാനസിക അസ്വസ്ഥതകൾ തോന്നുകയാണെങ്കിൽ, അച്ഛനോ അമ്മയോ ആരും ആയിക്കോട്ടെ, തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പീഡിയാട്രിഷ്യനോടോ ഗൈനക്കോളജിസ്റ്റിനോടോ ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ബിക്കോസ് നിങ്ങൾ അവരെയാണല്ലോ കോണ്ടാക്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഫിസിഷ്യനെയോ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്കോ നിങ്ങൾ അത്ര പെട്ടെന്ന് ചിലപ്പോൾ എത്തിപ്പെടില്ല. നിങ്ങൾക്ക് പോകണം തോന്നിയാൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി കൊണ്ട് എത്തിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡോക്ടേഴ്സിനോട് നിങ്ങൾ ഷെയർ ചെയ്യൂ. ഈ ഡോക്ടേഴ്സിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാമിലീസിനോട് സംസാരിച്ചിട്ട് നിങ്ങൾക്കൊരു സൈക്യാട്രിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടി നിങ്ങൾക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തരാൻ പറ്റും. അപ്പോഴേ നമുക്ക് പേടിയായി അല്ലേ. സൈക്യാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രാന്തിൻ്റെ ഡോക്ടർ കാണിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്ഥിരമാവേണ്ടി വരും. അതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് കേട്ടോ. അത് പഴഞ്ചൊല്ലായിട്ട് തന്നെ എടുക്കുക, അത് ഇപ്പോഴത്തേക്കുള്ളതല്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മരുന്നൊക്കെ കഴിച്ച സ്ഥിരമായി നിങ്ങൾക്ക് കഴിക്കേണ്ടതായിട്ട് വരില്ല. നമ്മുടെ തലച്ചോറിലുള്ള ചില രാസവസ്തുക്കളുടെ ഏറ്റക്കുറച്ചിലുകളും അവരുടെ തമ്മിലുള്ള ആ റിലേഷൻസും കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള പലതരം മൂഡ് സ്വിങ്സ് വരുന്നത്. അപ്പോൾ ഡോക്ടർ അസസ് ചെയ്തിട്ട് മരുന്ന് വേണ്ടതാണെങ്കിൽ, ഫാർമക്കോതെറാപ്പി എന്ന് പറയും, മരുന്ന് വേണ്ടതാണെങ്കിൽ മാത്രം അതിന് മരുന്ന് തരുമോ, അതല്ലാത്ത രീതിയിൽ പലതരം ട്രീറ്റ്മെൻറ്റ് അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതിൽ പലപ്പോഴും പലർക്കും ഓപ്പൺ അപ്പ് എവിടെ ചെയ്യണം എന്ന് അറിയുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവർക്ക് കിട്ടുന്നില്ല. ഡെലിവറി കഴിഞ്ഞ ഒരു ലേഡി വരുമ്പോൾ അമ്മയുടെ വീട്ടുകാർ കുറേ പേരുണ്ടാവും, അച്ഛൻ്റെ വീട്ടുകാർ കുറേ പേരുണ്ടാവും, പിന്നെ വയറ്റാട്ടികളായിട്ട് കുറേ പേരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂടെ വരുമ്പോൾ ഈ അമ്മയ്ക്ക് തുറന്ന് പറയാനൊരു സ്പേസോ ആൾക്കാരോ ഇല്ലാത്തതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സിനോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അവരോടൊന്ന് കൊണ്ടുപോയി കൺസൾട്ട് ചെയ്യാൻ പറയാം. അവരുടെ ക്വാളിറ്റി ലൈഫ് മാറും. അതുവഴി അവരുടെ തന്നെ വെൽബീയിങ് വ്യത്യാസപ്പെടുമ്പോൾ കുട്ടിയുടെ ഹെൽത്തും മാറും. വളർന്നു വരുന്ന കുട്ടിയുടെ ആ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റും നല്ല രീതിയിലാവും. അങ്ങനെ ഒരു നല്ല ലൈഫിലേക്ക് അവരും കയറി വരട്ടെ അല്ലേ. അപ്പം നമുക്ക് പറ്റുന്ന പോലെ എല്ലാവരെയും നമുക്ക് കൈപിടിച്ച് ഉയർത്താം.
സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.